കാണൂ പരസ്യരഹിതമായ ഏറ്റവും പുതിയ എപ്പിസോഡുകൾ. ഉണ്ണി പറയുന്നത് ശരി തന്നെ. ഇത്രയും നാൾ പഠിച്ച സ്കൂൾ, ടീച്ചേഴ്സ്, ഫ്രണ്ട്സ് അവരെയൊക്കെ വിട്ടുവരുന്നത് വളരെ ബുദ്ധിമുട്ടാണ്. ഉണ്ണിയുടെ ഇഷ്ടം പോലെ തന്നെ നടക്കട്ടെ. പക്ഷേ അമ്മയുടേത് എങ്ങനെ? അത് ഞാൻ പറഞ്ഞോളാം. ഞാൻ പറഞ്ഞതാന്ന് പറയോ? ഞാൻ തന്നെയാണ് തീരുമാനിച്ചെന്ന് പറഞ്ഞോളാം. എന്നോട് വേറെ എന്തെങ്കിലും പറയാനുണ്ടോ? ഏയ് വേറൊന്നുമില്ല. ഉണ്ട്, വേറൊന്നുണ്ട്. എന്താണ്? വെള്ളം കുടിച്ചിട്ട് കോഫി കുടിക്കണേ. അതെന്തെന്ന് വെച്ചാ കോഫി കുടിച്ചിട്ട് വെള്ളം കുടിക്കുന്നത് നല്ല ശീലമല്ല. അയ്യോ വസു, അഖിലിനോട് എങ്ങനെ ചോദിക്കും? എന്താണാവോ, ഇനി രാവിലെ തന്നെ പണിതരാൻ നോക്കുവാണോ? ഇനി എന്റെ തല എങ്ങനെ വേണമെന്ന് പറഞ്ഞാ ദൈവമേ, അമ്മേ, എത്രയും പെട്ടെന്ന് ഓഫീസിലേക്ക് എസ്കേപ്പ് ആവുന്നതായിരിക്കും നല്ലത്. അഖിൽ, അയ്യോ, ഈ പെണ്ണുങ്ങളുടെ സ്വരത്തില് ദൈവം അമൃതം കൂടി ചേർത്തിട്ടുണ്ടെന്നാ തോന്നുന്നേ. നിന്നോട് എനിക്കൊരു കാര്യം ചോദിക്കാനുണ്ടായിരുന്നു. നോ എന്ന് പറയല്ലേ? നീ ഇങ്ങനെയൊക്കെ ചോദിച്ചാ എങ്ങനെയാടി പറ്റില്ലെന്ന് പറയുന്നേ? എടാ അഖിലേ, നീ ഇങ്ങനെ വീഴല്ലേ. വേണ്ട മോനെ, നീ സ്ട്രോങ് ആയിരിക്ക. എന്താ കാര്യം പറയ. കണ്ടില്ലേ, ഞാൻ ചോദിക്കുന്നതിന് മുന്നേ നിനക്ക് ദേഷ്യം വന്നില്ലേ? എങ്കിൽ ഞാൻ ചോദിക്കുന്നില്ല, പോ. താങ്ക്സ്. അഖിൽ, തൊട്ടതിനും പിടിച്ചതിനും ഇങ്ങനെ വിളിക്കല്ലേടി നീ. ഞാൻ വേണ്ടെന്ന് പറഞ്ഞ നീ ഉടനെ പോവോ? എന്തെന്ന് ചോദിക്കില്ലേ? ശരി, എന്താ കാര്യം വേഗം പറയാ. അത് പിന്നെ കാര്യം എന്താന്നോ? ഒരു മിനിറ്റ്, നീ ഇതിനാ ഷർട്ട് ഊരുന്നേ? സാധാരണ ഭാര്യമാര് ഭർത്താവ് ഓഫീസിൽ പോകുമ്പോ ഷർട്ട് ഇട്ട് കൊടുക്കാ ചെയ്യാറ്. നീ എന്തിനാ ബട്ടൺസ് ഊരുന്നേ? ഞാൻ തന്നെ തിരിച്ചിട്ട് അഖിൽ. പെർഫോമൻസ് മതിയാക്കിട്ട് നീ കാര്യം വേഗം പറയും. നിന്നോടൊരു കാര്യം ചോദിക്കണമെന്ന് പറഞ്ഞില്ലേ? എന്നെ കൊണ്ട് ആവുന്ന കാര്യമാണെങ്കിൽ ഞാനത് ചെയ്തു തരാം. എന്നെ കൊണ്ട് ചെയ്യാൻ പറ്റാത്ത കാര്യമാണെങ്കിൽ ഐ എം വെരി സോറി. നിന്നെ കൊണ്ടത് പറ്റും അഖിൽ. ഞാൻ നിന്നെ കഷ്ടപ്പെടുത്തില്ല അഖിൽ. കല്യാണം കഴിഞ്ഞ പിന്നെ കഷ്ടപ്പാടാണെന്ന് മോഹൻലാല് ഏതോ സിനിമയില് പൃഥ്വിരാജിനോട് പറഞ്ഞത് ഇപ്പൊ എന്റെ ജീവിതത്തിലും കറക്റ്റ് ആയി മാറി. അതിന്റെ അർത്ഥം ശരിക്കും ഇപ്പോഴാ മനസ്സിലായത്. നീ ആദ്യ കാര്യം എന്താന്ന് ചോദിക്ക്. കേൾക്കാതെ നീ എന്നെ വിടുവോ? എന്താ? അല്ല, നീ പറയുന്ന കാര്യം കേൾക്കാതെ ഓഫീസിൽ പോവാൻ പറ്റില്ലെന്നാ ഞാൻ പറഞ്ഞത്. എടി, ഞാനിപ്പോ 3ാമത്തെ ലെവലിലാ. നീ കാര്യം വേഗം പറയാ അങ്ങോട്ടും. അത് എന്റെ വീട്ടിലായിരുന്നപ്പോ ഞാൻ ഒരുപാട് ലേറ്റായി എഴുന്നേൽക്കുന്നെ. കുറച്ചു നേരം ജിമ്മിൽ സ്പെൻഡ് ചെയ്തിട്ട് അത് കഴിഞ്ഞ് കുളിച്ചിട്ട് ഞാൻ ഷോപ്പിങ്ങിന് പോവും. ഈവനിങ് കോഫി ഷോപ്പിലും
നൈറ്റില് പബ്ബിലും പോകും. അറിയാം അറിയാം. മിക്ക ദിവസവും ഞാനല്ലേ ഷോപ്പിംഗ് മാളിൽ നിന്നും കോഫി ഷോപ്പിൽ നിന്നും പബ്ബിൽ നിന്നും ഒക്കെ തിരികെ കൊണ്ടുവന്നാക്കുന്നേ. ഇപ്പോ ഏർലി ആയിട്ടല്ലേ ഉണരുന്നേ? എങ്ങനെ? 9 മണിയാണോ നിന്റെ ഏർലി? അതെ അതെ. നിന്റെ വീട്ടിലൊക്കെ 11 മണിയല്ലേ? അത് വെച്ച് നോക്കുമ്പോ ഇത് ഏർലി തന്നെയാ. അമ്മ പറയുന്ന പൂജയും പാചകവും ഒക്കെ ചെയ്യുന്നുണ്ടല്ലോ. ചെയ്യുന്ന പോലെ അഭിനയിക്കാണെന്ന് പറയും. നിന്റെ ഈ വൃത്തിയായിട്ട് ഓവർ ആക്ടിംഗ് ഉണ്ടല്ലോ, അതൊക്കെ പാവം എന്റെ അമ്മയും അച്ഛനും വിശ്വസിച്ചിരിക്കുക. എനിക്കിവിടെ വല്ലാതെ ബോറടിക്കുന്നു അഖിൽ. അങ്ങനെയാണെങ്കിൽ നിന്റെ അഭിനയം മതിയാക്കിയിട്ടും ഇവിടുത്തെ ജോലി ചെയ്യും. അത് ചെയ്യാന്ന് തന്നെയാ വിചാരിക്കുന്നേ. എന്റെ ദൈവമേ, ഇവക്ക് ഇത്രയും പെട്ടെന്ന് മനംമാറ്റം കൊടുത്തോ നീ? താങ്ക്സ് ഭഗവാനെ. ദൈവത്തിനോട് നീ പിന്നീട് താങ്ക്സ് പറഞ്ഞാ മതി. ആദ്യം എനിക്ക് പ്രോമിസ് താ. നീ ജോലി ചെയ്യുന്നല്ലേ പറഞ്ഞത്, പിന്നെന്തിനാടി പ്രോമിസ്? നീ വാക്കു മാറാതിരിക്കാൻ വേണ്ടിട്ടാ. നീ ജോലി ചെയ്യുന്ന പറഞ്ഞാലുണ്ടല്ലോ, ഏറ്റവും ഫസ്റ്റ് ഹാപ്പി ആവുന്ന ഞാനാ. പ്രോമിസ് പറയ. അത് പിന്നെ എനിക്ക് ഫാഷൻ ഡിസൈനിങ്ങിന് പോണോ അഖിൽ? എന്തു പറ്റി അഖിൽ? നീ ഇപ്പൊ ഏത് വീട്ടിലെ പെണ്ണാടി? ജോലി എന്ന് പറഞ്ഞപ്പോ ഈ വീട്ടിലെ ജോലി ആയിരിക്കുന്ന ഞാൻ കരുതിയത്. നിനക്ക് ഫാഷൻ ഡിസൈനിങ്ങിന് പോണോ അല്ലേ? ഫാഷൻ ഡിസൈനിങ് പഠിച്ചിട്ടുണ്ട്, അതില് ഡിഗ്രി ഉണ്ട്. ഇതെങ്ങാനും വീട്ടിൽ പറഞ്ഞാലേ അമ്മ എനിക്ക് ട്രിപ്പിൾ ഡിഗ്രി തരും. പ്ലീസ് പ്ലീസ് അഖിൽ, ശരിക്കും ബോറടിക്കുന്നു അഖിൽ. അച്ഛൻ സമ്മതിക്കും തോന്നുന്നില്ല, അമ്മയാണെങ്കിൽ ഒട്ടും സമ്മതിക്കില്ല. ആണുങ്ങൾ ജോലി എടുക്കണം, പെണ്ണുങ്ങൾ വീട്ടിൽ ഇരിക്കണമെന്നാ. അതാ ഞങ്ങളുടെ ഫാമിലി പോളിസി. നിങ്ങളൊക്കെ ഏത് കാലഘട്ടത്തിലാ? ലേഡീസ് ഫ്ലൈറ്റ് വരെ പറപ്പിക്കുന്നു, സ്പൂൺ പിടിക്കുന്ന കൈകൊണ്ട് ഗൺ എടുത്ത് യുദ്ധം വരെ ചെയ്യുന്നു. നീ മൊത്തം മിസ്അണ്ടർസ്റ്റാൻഡ് ചെയ്തിരിക്കുക. സ്ത്രീകളെ അടിമയാക്കി വെക്കുന്നതേ ഈ വീട്ടിലെ രീതിയല്ല. പെൺകുട്ടികൾക്ക് എപ്പോഴും വീട്ടുജോലിയായിരിക്കും നല്ലത്. എന്തിനാ വെറുതെ പുറത്തു പോയി കഷ്ടപ്പെടുന്നത്? അതൊക്കെ ഞങ്ങൾ ആണുങ്ങൾ ചെയ്യണമെന്നാ അച്ഛനും അമ്മയും എപ്പോഴും പറയാറ്. എനിക്ക് വീട്ടിലിങ്ങനെ ഇരിക്കുന്നത് ബുദ്ധിമുട്ടാണ് അഖിൽ. പുറത്തു പോയി എനിക്ക് വർക്ക് ചെയ്യണം. ഇറ്റ്സ് ഇംപോസിബിൾ. അമ്മയും അച്ഛനും സമ്മതിക്കൊന്നും തോന്നുന്നില്ല. അമ്മയെ നീ സമ്മതിപ്പിക്ക്, അച്ഛനെ ഞാൻ സമ്മതിപ്പിച്ചോളാം. എന്നെ കൊണ്ട് വയ്യടി. പ്രോമിസ് ചെയ്തതാ. എന്നാലും എന്നെ കൊണ്ടൊന്നും വയ്യ. സമ്മതിപ്പിക്കോ ഇല്ലയോ? വസു, നീ പാട്ടൊക്കെ എപ്പോഴാ പഠിച്ചത്? കുട്ടിക്കാലം മുതലേ ചേച്ചി. ഹോസ്റ്റലിലായിരുന്നപ്പോ അവിടുത്തെ വാർഡൻ നിർബന്ധമായിട്ട് നമ്മുടെ ബാച്ചിലുള്ള എല്ലാവർക്കും സംഗീതം പഠിപ്പിച്ചു തരുമായിരുന്നു. ദൈവം നിനക്ക് നല്ല ശബ്ദമാണ് തന്നിരിക്കുന്നത്. ഞാൻ പാടുമ്പോഴെല്ലാം അച്ഛനും അമ്മയും ഇത് തന്നെയാ പറയുന്നേ. എന്താ അമ്മേ, എന്തേലും വേണോ? രണ്ടുപേരും മാത്രമേ ഉള്ളോ? കാർത്തിക് എവിടെ? അത് അഖിലിന് ഓഫീസിൽ പോകാൻ സമയമായപ്പോ അങ്ങോട്ട് പോയതാ അമ്മേ. ഉണ്ണിയുടെ കാര്യം അഭി നിന്നോട് പറഞ്ഞിരുന്നോ? പറഞ്ഞിരുന്നു അമ്മേ. വളരെ നല്ല സ്കൂളിലാ. കുറച്ചുനാൾ കഴിയുമ്പോ ഉണ്ണിക്കും ആ സ്കൂൾ ഇഷ്ടപ്പെടും. ഉണ്ണി പിടിവാശി കാണിച്ചാ നീയാ പറഞ്ഞ് മനസ്സിലാക്കേണ്ടത്. ഉണ്ണി ഇപ്പൊ പഠിക്കുന്ന സ്കൂളിൽ തന്നെ പഠിക്കുന്ന അബീരുടെ അടുത്ത് പറഞ്ഞതുപോലെ അമ്മയോടും പറ. അയ്യോ, എന്നെ കൊണ്ട് പറ്റില്ല ചേച്ചി. ഇപ്പൊ നീ പറഞ്ഞില്ലെങ്കില് പിന്നെ അത് പ്രശ്നമാവും. എനിക്ക് പേടിയാവുന്നു. പിന്നെ പറഞ്ഞാ മതിയോ? പിന്നീട് പറഞ്ഞാ അത് കൂടുതൽ പ്രശ്നമാവും. എന്താ ഒരു രഹസ്യം പറച്ചിൽ? ഒന്നുമില്ലമ്മേ. അച്ഛൻ ഉപ്പും മുളകൊക്കെ കുറച്ചേ കൂട്ടാറുള്ളൂന്ന് ഞാൻ വസുവിനോട് പറയുമായിരുന്നു അമ്മേ. നീ പറഞ്ഞു കൊടുത്താലേ അവൾക്കറിയൂ. സ്വയം മനസ്സിലാക്കേണ്ടതല്ലേ? നീ എന്തിനാടാ അടുക്കളയിൽ വന്നത്? അത് അമ്മ പിന്നെ അത് എന്താ വേണ്ടത് അഖിൽ? നീ ഇപ്പോഴും
സ്കൂളിൽ പോകുന്ന കുട്ടിയാണെന്നാണോ വിചാരിച്ചിരിക്കുന്നത്? നിനക്ക് ഓഫീസിൽ പോകാൻ കാർത്തിക വന്ന് റെഡിയാക്കണോ നിന്നെ? കാർത്തിക കിച്ചണെ എന്തുമാത്രം മിസ് ചെയ്യുമെന്ന് നിനക്കറിയോടാ? ശരി ശരി, നീ വന്ന കാര്യം വേഗം പറയേ. അത് അമ്മ എന്താന്ന് വെച്ചാ കാർത്തികയ്ക്കും നിനക്കും പുറത്തു പോണോ? അതല്ല അമ്മേ, നിന്റെ അച്ഛനോട് എന്തെങ്കിലും പറയാനുണ്ടോ? എനിക്ക് അമ്മയോടാ പറയണ്ടേ. എന്താ? അത് കമോൺ അഖിൽ, ഒന്ന് വേഗം പറയ്. എന്താടാ നിന്ന് പരുങ്ങുന്നേ? ഉള്ള കാര്യം പറഞ്ഞിട്ട് പോ. പറയാൻ കാര്യം പറയാതെ അങ്ങോട്ടും ഇങ്ങോട്ടും നോക്കിക്കൊണ്ടിരിക്കുന്നോ? അത് പിന്നെ അമ്മ, കാർത്തിക ഫാഷൻ ഡിസൈനിങ് കോഴ്സ് കംപ്ലീറ്റ് ചെയ്തിട്ടുണ്ടായിരുന്നു. അതുകൊണ്ട് അവക്ക് ഫാഷൻ ഡിസൈനറായിട്ട് ജോലിക്ക് പോകണമെന്ന് ആഗ്രഹമുണ്ട്. അയ്യടാ, പറഞ്ഞല്ലോ. അഖിൽ, നീ എന്താടാ ഇപ്പൊ പറഞ്ഞത്? എന്താ അമ്മ, ഞാൻ തെറ്റെന്തെങ്കിലും പറഞ്ഞോ? പറഞ്ഞിട്ടാണോ തെറ്റ് മനസ്സിലാക്കുന്നേ? ഈ വീട്ടിലെ മരുമകളെ പുറത്ത്, അതും തുണി തയ്ക്കുന്ന ജോലിക്ക് പറഞ്ഞു വിടാനോ? ഫാഷൻ ഡിസൈനർ എന്ന് പറഞ്ഞാ തുണി തയ്ക്കുന്ന ജോലി അല്ല അമ്മേ, ഡിസൈനിങ്. മിണ്ടാതിരിയടാ. ഇനി ഒരു തവണ കൂടി എന്തെങ്കിലും നീ ഇങ്ങനെ പറഞ്ഞാ ചട്ടുക അടുപ്പത്ത് വെച്ചിട്ട് നിന്റെ ദേഹത്ത് ചൂട് വെക്കും ഞാൻ. കാലത്ത് എഴുന്നേറ്റ് കുളിച്ച് ശുദ്ധമായി തുളസിത്തറയിൽ തിരിവെച്ചിട്ട് വീട്ടുജോലി അടുക്കള ജോലിയൊക്കെ ചെയ്ത് എന്നോട് സ്നേഹമായിട്ട്, നിന്റെ അച്ഛനോട് ബഹുമാനമായിട്ടും കുടുംബക്കാരോടൊത്ത് സ്നേഹമായിട്ടിരിക്കേണ്ട ഒരു പെണ്ണിനെ ജോലി ചെയ്തിട്ട് വാ എന്നും പറഞ്ഞ് പുറത്തേക്ക് അയക്കാനോ? ഇങ്ങനെയൊക്കെ പറയാൻ നിനക്ക് എങ്ങനെ മനസ്സ് വന്നടാ? ഈ വിഷയം എന്നോട് പറഞ്ഞതിൽ കുഴപ്പമില്ല. കാർത്തികയോട് എങ്ങാനും പറഞ്ഞ അവള് സങ്കടപ്പെട്ടു പോകില്ലേടാ? അവളുടെ മനസ്സ് എന്തുമാത്രം വേദനിക്കും. അല്ലെങ്കിൽ തന്നെ ഒരു പാവം പെൺകുട്ടി അവള്. പുറത്തുപോയി അവൾക്ക് എന്തെങ്കിലും സംഭവിച്ചാ പിന്നെ നീ എന്ത് ചെയ്യൂടാ? കുറച്ചെങ്കിലും വിവരമുണ്ടോടാ നിനക്ക്? അവളെപ്പറ്റി നിനക്ക് എന്തെങ്കിലും ചിന്തയുണ്ടോടാ? സ്നേഹിച്ചല്ലേ നീ അവളെ കെട്ടിയത്? ഇതാണോ നിന്റെ സ്നേഹം? കല്യാണം കഴിച്ചാ മാത്രം പോരാ, ഭാര്യയെ പൂ പോലെ നോക്കാനും പഠിക്കണം. നിന്റെ ചിലവിന് ഇപ്പോഴത്തെ പണം പോരാന്നുണ്ടെങ്കിൽ എത്രയാണെന്ന് വെച്ചാ ഭാസ്കരനോട് ചോദിച്ചു വാങ്ങിച്ചോ. അതല്ലാതെ എന്റെ മരുമകളെ കഷ്ടപ്പെടുത്തിയ കൊന്നുകളയും ഞാൻ. എടാ, അവള് പണം കണ്ടു വളർന്ന പെണ്ണാ. ഈ വീട്ടിലും പണത്തിന് ഒട്ടും കുറവില്ല. അവളെ എങ്ങനെ വേണമെങ്കിലും നോക്കാം. എന്നെ എന്തിനാ ജോലിക്ക് അയക്കുന്നെന്ന് കാർത്തിക് എങ്ങാനും വന്ന് ചോദിച്ചാ ഞാൻ എന്ത് മറുപടി പറയാ അവളോട്? ഈ കാര്യം അവളുടെ അച്ഛനും അമ്മയും എങ്ങാനും അറിഞ്ഞാ നമ്മുടെ മാനം പോയില്ലേടാ. ഇത് നോക്കകില്ലേ, നിങ്ങളൊക്കെ കൊച്ചു കുട്ടികളായിരുന്നപ്പോ നമുക്ക് സ്വത്തും പണവും ഒക്കെ തീരെ കുറവായിരുന്നു. ആ സമയത്ത് പോലും നിന്റെ അച്ഛൻ എന്നെ ജോലിക്ക് പറഞ്ഞയച്ചിട്ടില്ല. എന്താന്നറിയോ? സ്ത്രീകളെ കഷ്ടപ്പെടുത്തുന്നത് അദ്ദേഹത്തിന് ഇഷ്ടമല്ല. ആ പാരമ്പര്യം നിന്റെ 2 ചേട്ടന്മാരും പാലിക്കുന്നുണ്ട്. നിന്റെ 2 ഏട്ടത്തിമാരെ പോലെ കാർത്തികയും ഇവിടെ തന്നെ ഉണ്ടാവണം. അവൾ സന്തോഷത്തോടെ ഇരിക്കണം. ആവശ്യമില്ലാത്ത കാര്യങ്ങളൊക്കെ ചിന്തിച്ച് അവളെ കഷ്ടപ്പെടുത്തരുത്. കാർത്തികയോട് ഈ കാര്യം സംസാരിക്കരുത്. ഞാൻ അവളോട് പറയാനോ? ഇതൊക്കെ അവളുടെ ഐഡിയ അമ്മേ. നിങ്ങൾ രണ്ടുപേരും കാർത്തികയോടെ ഈ വിഷയത്തെപ്പറ്റി സംസാരിക്കരുത്. അവള് വിഷമിക്കും. ഇനി എന്തിനാടാ ഇവിടെ നിൽക്കുന്നേ? ഓഫീസിൽ പോടാ. സ്വന്തം ഭാര്യയെ ജോലിക്ക് വിടണമെന്നും പറഞ്ഞ് ആണൊരുത്തം വന്നിരിക്കുന്നു. പോടാ. ശരി അമ്മേ, ബൈ. ബൈ എടുത്തി. നിങ്ങൾ രണ്ടുപേരും വേണ്ടതൊക്കെ ചെയ്തോളൂ.
അയ്യോ പാവം പെണ്ണ് ആഗ്രഹിച്ചതൊന്ന് കിട്ടിയത് വേറൊന്ന്. ആന കൊടുത്താലും കിളിയെ ആശ കൊടുക്കാമോ? എന്റെ അമ്മയ്ക്ക് എന്നോട് ഇത്രയ്ക്ക് സ്നേഹം എന്താണ് അഖിൽ? നിന്റെ ഓവർ ആക്ഷൻ അതുപോലെ ആയിരുന്നടി. ആ സാധാരണ പെർഫോമൻസ് ആയിരുന്നില്ല പൊന്നെ. ഉർവശിയും ശോഭനയൊക്കെ തോറ്റുപോകും. അമ്മ ഇങ്ങനെയൊക്കെ റിയാക്ട് ചെയ്യുമെന്ന് ഞാൻ ഒരിക്കലും വിചാരിച്ചില്ല. എന്നാ ഞാൻ വിചാരിച്ചിരുന്നു മോളെ, എന്നെങ്കിലും ഒരു ദിവസം നീ കുഴിച്ച കുഴിയിൽ നീ തന്നെ വീഴുമെന്ന് എനിക്ക് ഉറപ്പായിരുന്നു. അഖിൽ, ഐ എം സോറി, ഐ കാൻ ഹെൽപ്പ് യു. തുളസിത്തറ, പൂജാമുറി, പിന്നെ അടുക്കള, ഇവരൊക്കെ നിന്നെ കാത്തിരിക്കുക. ചെല്ല്. അത്രേ ഉള്ളോ? ഇത് ദിലീപ് ഒരു സിനിമയിലെ കാവ്യ മാധവനോട് പറഞ്ഞ പോലെ ആയിപ്പോയി. അതേപോലെ തന്നെ. ഒന്നും ചെയ്യാൻ പറ്റില്ല മോളെ. അപ്പൊ ഞാൻ ഓഫീസിലേക്ക് പോയിട്ട് വരാം. ബൈ ബൈ, സീ യു, ടാറ്റാ. പോയിട്ട് വരാമേ, ബൈ. എടി കാർത്തിക, നിന്റെ ഓവർ ആക്ഷൻസ് നിനക്ക് തന്നെ പാരയായി. ദൈവമേ, ഇനി ഞാൻ എന്ത് ചെയ്യും? ബൈ അങ്കിൾ, നാളെ കാണാം. ബൈ. അച്ഛാ, ഹായ് മൈ ലിറ്റിൽ ഗേൾസ്. അച്ഛാ, ഇന്ന് ഞാനാണ് ഫ്രണ്ടിൽ അച്ഛൻ്റെ അടുത്തിരിക്കുന്നത്. ഇന്നലെ പറഞ്ഞിരുന്നതല്ലേ? ഓക്കെ, സോ അനു പുറകെ കയറിക്കോ. അനു, നീ പുറകിൽ കയറ്. ഓക്കേ. ഓക്കെ, റെഡി അല്ലേ? ഉണ്ണിയും വെയിറ്റ് ചെയ്ത് നിൽക്കായിരിക്കും. പോവാം നമുക്ക്. ഡെയിലി ഈ സമയമാകുമ്പോ അച്ഛൻ ഇവിടെ എത്താറുള്ളതാണല്ലോ. എന്താ ഇത്രയും നേരമായിട്ട് അച്ഛനെ കാണാത്തെ? ഡാഡി എന്താ ഇതുവരെ എത്താത്തെ? ഇനിയിപ്പോ ഞാൻ എന്ത് ചെയ്യും? മോർണിംഗ് അമ്മ എനിക്ക് പോക്കറ്റ് മണി തന്നതാണല്ലോ ഇത്. ഡാഡി വരുന്നതിന് മുന്നേ എനിക്കും അനുവിനും കീർത്തിക്കും പോയി ഐസ്ക്രീം മേടിച്ചിട്ട് വരാം. അച്ഛാ, നാളെ മുതൽ ഉണ്ണി ഞങ്ങളെ സ്കൂളിലാണോ പഠിക്കാൻ വരുന്നേ? രാവിലെ അമ്മൂമ്മ പറഞ്ഞു. ഇല്ല മോളെ, ഉണ്ണി അവന്റെ സ്കൂളിൽ തന്നെ കണ്ടിന്യൂ ചെയ്യും. എന്താ അച്ഛാ പറയുന്നത്? അപ്പോ ഇനി എന്നും അവനെ നമ്മൾ പിക്ക് ആൻഡ് ഡ്രോപ്പ് ചെയ്യേണ്ടി വരുമോ? ടൈം വേസ്റ്റ് അച്ഛാ. അവനെ ഞങ്ങളെ സ്കൂളിൽ ചേർത്തോളൂ. അവന് വേണ്ടി ഞങ്ങൾ വെയിറ്റ് ചെയ്യില്ല. അങ്ങനെയൊന്നും പറയില്ല മോളെ. കീർത്തി വേറെ സ്കൂളിലും നീ വേറെ സ്കൂളിലും ആണെങ്കിൽ അവൾക്ക് വേണ്ടി നീ വെയിറ്റ് ചെയ്യില്ലേ? കീർത്തിക്ക് വേണ്ടി ഞാൻ വെയിറ്റ് ചെയ്യുമല്ലോ. അതുപോലെ ഞാനും അനുവിന് വേണ്ടി എന്നും വെയിറ്റ് ചെയ്യുമല്ലോ അച്ഛാ. അതേപോലെ നിങ്ങൾ രണ്ടുപേരും ഉണ്ണിക്ക് വേണ്ടി വെയിറ്റ് ചെയ്യണം. ഐസ്ക്രീം മേടിച്ചു കൊടുത്താ അനുവിനും കീർത്തിക്കും ഒരുപാട് സന്തോഷാവും. അച്ഛൻ എന്നെ അഭിനന്ദിക്കുകയും ചെയ്യും. അവന് വേണ്ടി ഞങ്ങൾ എന്തിനു വെയിറ്റ് ചെയ്യണം? എന്തിനാന്ന് വെച്ചാൽ ഉണ്ണിയും നിങ്ങളെ പോലെ തന്നെ എന്റെ കുട്ടിയാണ്. ഹീസ് യുവർ ബ്രദർ. അവന് വേണ്ടി ഇത്രയും നേരം കാറിൽ ഞങ്ങൾക്ക് വെയിറ്റ് ചെയ്യാൻ പറ്റില്ല അച്ഛാ. മക്കള് ക്ലാസ്സിലിരിക്കുന്നുണ്ടല്ലോ, പിന്നെ കാറിലിരുന്നാൽ എന്താ? പ്ലീസ് അച്ഛാ, അവനെ ഞങ്ങളെ സ്കൂളിൽ ചേർത്തോളൂ. നിങ്ങളെ ഞാൻ ഉണ്ണിയുടെ സ്കൂളിൽ ചേർക്കട്ടെ? ഞങ്ങൾ ഞങ്ങളുടെ സ്കൂളിൽ മാത്രമേ പഠിക്കുള്ളൂ അച്ഛാ. പുതിയ സ്കൂളിലൊന്നും പഠിക്കില്ല. ഇല്ലല്ലോ. അതേപോലെ തന്നെ ഉണ്ണിയും അവന്റെ സ്കൂളിൽ തന്നെ പോകും. ഒരു കാര്യം ചെയ്യാം, അവന് വേറെ കാർ അറേഞ്ച് ചെയ്യാം. അങ്ങനെയാണെങ്കിൽ ഓക്കെ. താങ്ക്സ് അച്ഛാ. എല്ലാവരും ഒരുമിച്ചിരിക്കണം, എന്നാലേ ഹാപ്പി ആയിട്ട് ഇരിക്കാൻ പറ്റൂ. അല്ലാതെ ഉണ്ണി വേറെ നിങ്ങൾ വേറെ അങ്ങനെയല്ല. എല്ലാവരും ഒന്നാണ്. ഓക്കെ? അയ്യോ, വഴി മറന്നു പോയല്ലോ. ഇനി എങ്ങോട്ട് പോവും?
ഈ കുട്ടി ആ വീട്ടിലല്ലേ താമസിക്കുന്നത്? മോനെ, നീ എങ്ങോട്ടാ പോന്നെ? എന്റെ അനിയത്തിമാർക്ക് വേണ്ടി ഞാൻ ഐസ്ക്രീം മേടിച്ചു കൊടുക്കാൻ പോവാ ആന്റി. ഈ ഭാഗത്ത് ഐസ്ക്രീം ഷോപ്പൊന്നും ഇല്ലല്ലോ മോനെ. അതാ ആന്റി ഞാനും നോക്കുന്നേ. എനിക്ക് വഴിതെറ്റിപ്പോയെന്നാ തോന്നുന്നത്. തിരിച്ചു വന്ന വഴി തന്നെ പോവാൻ പോവാ. വീണ്ടും എന്തിനാ മോനെ നീ തിരിച്ചു നടക്കുന്നേ? എനിക്ക് നിന്റെ വീടറിയാം. നിന്റെ തൊട്ടടുത്ത വീട്ടിലാ ഞാൻ ജോലി ചെയ്യുന്നത്. മോനെ ഞാൻ വീട്ടിൽ കൊണ്ടാക്കട്ടെ?